അന്തരീക്ഷത്തിലെ അമിതമായ ഈർപ്പം കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നമ്മുടെ വിയർപ്പ് ബാഷ്പീകരിക്കാത്തതുകൊണ്ട് നമ്മുടെ ശരീരം തണുക്കുന്നില്ല. ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ ഉഷ്ണതരംഗത്തിന് പിന്നിലെ ആഗോള വില്ലനാണ് സൂപ്പർ എൽനിനോ പ്രതിഭാസം. എന്താണ് സൂപ്പർ എൽനിനോ പ്രതിഭാസം? പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ കൂടുതൽ ചൂടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എൽനിനോ എന്ന് വിളിക്കാറുള്ളത്. സാധാരണയായി പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകൾ ദുർബലമാവുകയും സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2026 നമ്മൾ നേരിടുന്നത് ഇതല്ല. ഇത് വെറും ഒരു എൽനിനോ അല്ല, ഇതൊരു സൂപ്പർ എൽനിനോ ആണ്. അതായത് സമുദ്ര ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 140 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഒന്നാകാൻ സാധ്യതയുള്ള ഈ പ്രതിഭാസം ആഗോള അന്തരീക്ഷ ചംക്രമണത്തെയാണ് തകിടം മറിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മൺസൂണിനെ ദുർബലമാക്കുകയും വേനൽക്കാലത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്യുന്നു. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന്. അതുപോലെ സൂപ്പർ എൽനിനോയ്ക്കൊപ്പം ഇന്ത്യയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഹീറ്റ് ഡോം രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഹീറ്റ് ഡോം എന്നോ? അന്തരീക്ഷത്തിന്റെ മുകൾ പാളിയിലുള്ള ഉയർന്ന മർദ്ദം ചൂടുള്ള വായുവിനെ ഒരു പാത്രം വെച്ച് മൂടിയതുപോലെ താഴെ കുടുക്കി വെച്ചിരിക്കുകയാണ്. ഈ വായു താഴേക്ക് അമർത്തപ്പെടുമ്പോൾ അത് കൂടുതൽ ചൂടാകും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം കൂടിയാകുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചൂട് ഒട്ടും പുറത്തു പോകാതെ തടയപ്പെടുകയും ചെയ്യുന്നു. ഇത്തവണ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്ന് വരേണ്ട തണുത്ത കാറ്റുകളില്ലാത്തതും ഈ ഹീറ്റ് ഡോമിന്റെ ശക്തി അല്ലെങ്കിൽ തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാഹചര്യം അതീവ ഗുരുതരമായതുകൊണ്ട് കേരള സർക്കാർ ഈ പ്രതിഭാസത്തെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സെൽഫ് ലോക്ക്ഡൌൺ മാത്രമാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിരോധവും അത് തന്നെയാണ്. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: ധാരാളം വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക, കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, വിദ്യാർത്ഥികൾക്കായുള്ള അവധിക്കാല ക്ലാസുകളും ക്യാമ്പുകളും നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കുകയോ ചെയ്യുക, വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ സമയം ഒന്ന് ക്രമീകരിക്കുക, പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം ഉറപ്പാക്കി കൊടുക്കുക. കാരണം അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. സൂര്യാഘാതമോ സൂര്യതാപമോ ഏറ്റാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം. ഇനി എപ്പോഴാണ് ഈ ചൂടിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക? ഏപ്രിൽ അവസാന വാരത്തിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും സൂപ്പർ എൽനിനോ കാരണം ജൂൺ മാസം ലഭിക്കേണ്ട മൺസൂൺ മഴയിൽ ഇത്തവണ കുറവുണ്ടായേക്കാം എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് വെറും ഒരു പ്രതിഭാസമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയൊരു മുന്നറിയിപ്പാണ്. വരും വർഷങ്ങളിൽ ഇത് ഇനിയും കൂടുമെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനും ജലസ്രോതസ്സുകൾ നിലനിർത്താനും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക.